നമ്മുടെ ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യം ശരിക്കും ഡീപ്പായിട്ട് പഠിച്ചു നോക്കിയാൽ മാത്രമേ മനസ്സിലാകുകയുള്ളൂ. വളരെ സെൻസിറ്റീവാണ്. വളരെ സെൻസിറ്റീവ് എന്ന് പറഞ്ഞ വാക്ക് ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്. വളരെ 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 സെൻസിറ്റീവാണ്. വിവിധ ഭാഷകൾ, വിവിധ സംസ്കാരങ്ങൾ, 100 കിലോമീറ്റർ മാറുമ്പോൾ മാറുന്ന ഭാഷകൾ, മാറുന്ന ഭക്ഷണ രീതികൾ, വസ്ത്രരീതികളെല്ലാം വിഭിന്നമാണ്. അപ്പം ആ രാജ്യം ഒറ്റക്കെട്ടായിട്ട് നിൽക്കുക, അത് ഏറ്റവും പരമപ്രധാനമാണ്. ഇപ്പം UPA ഭരിച്ചിരുന്ന സമയത്ത് നിങ്ങൾക്കറിയാം എവിടെയൊക്കെയാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. പലയിടത്തും, ഒരിടത്ത് കാശ്മീർ, ഒരിടത്ത് ആസാമിൽ പ്രശ്നം, മറ്റുള്ള സ്റ്റേറ്റിൽ പ്രശ്നം, കാസ്റ്റിൻ്റെ ഇഷ്യൂ. അതാണ് ഇതിൻ്റെ പ്രശ്നം. ഇവിടെ കാസ്റ്റ്, അപ്പർ കാസ്റ്റ്, ലോവർ കാസ്റ്റ്, ബാക്ക്വേർഡ് ക്ലാസ്, ട്രൈബ്സ്, അതിനകത്തുള്ള കാസ്റ്റ്. ഇപ്പം ഇതെല്ലാം കൂടെ വരുന്ന ഈ രാജ്യത്തെ ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് കൊണ്ടുപോയി ഈ ജനങ്ങളുമായിട്ട് സംവേദനം നടത്തി അതിനെ ഒരു മുമ്പോട്ട് ലിഫ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഭയങ്കര ടാസ്ക്കാണ്, ഹെർക്കൂലിയൻ ടാസ്ക്കാണ്, ചെറിയ ടാസ്ക് അല്ല. സിമ്പിളായിട്ടൊരു ഇഷ്യൂ പറയുമ്പോൾ നിങ്ങൾക്ക് പിടികിട്ടും. ഇപ്പം മുല്ലപ്പെരിയാറിൻ്റെ ഇഷ്യൂ തമിഴ്നാടും കേരളവുമായിട്ടുള്ള ഇഷ്യൂ ആണ്. അത് ഡാം ഡാമേജ്ഡ് ആണ്, അത് പൊട്ടാൻ സാധ്യതയുണ്ട്. ഇത്രയോളം ജനങ്ങൾ ഈ ഡാം പൊട്ടിക്കഴിഞ്ഞാൽ കൊല്ലപ്പെടും. ഇതൊക്കെ വളരെ എല്ലാവർക്കും അറിയുന്ന വസ്തുതയാണ്. എന്തുകൊണ്ടാണ് തമിഴ്നാടിൻ്റെ പ്രശ്നം? ഈ വെള്ളം ഉപയോഗിച്ചാണ് കുടിവെള്ളവും ഫാമിങ്ങും അവർ നടത്തുന്നത്. അപ്പം അവർക്ക് ഈ ഡാം, നമ്മൾ നേരത്തെ ഒരു ബൈലാറ്ററൽ ടോക്സ് അനുസരിച്ച് ഈ ഡാമിൻ്റെ ഹൈറ്റ് കൂട്ടാൻ നമ്മൾ പറയും. കാരണം ഡാം തമിഴ്നാടിൻ്റെ സുപ്രീം കോർട്ടും എല്ലാം വിധിച്ചു കഴിഞ്ഞു. പക്ഷേ ഈ 2 സ്റ്റേറ്റുകൾ ഒരുമിച്ചിരുന്ന് ഈ ഡാമിന് ഹൈറ്റ് കൂട്ടാം, അതിൻ്റെ ചെലവ് നമ്മൾ എടുക്കാം എന്നിട്ട് പറഞ്ഞിട്ട് പോലും തമിഴ്നാടത് സമ്മതിക്കുന്നില്ല. ഇനി കാവേരി ഇഷ്യൂ എടുക്കാം, ആലോചിച്ച് നോക്കുക. അത് കർണാടകയും തമിഴ്നാട്ടുമായുള്ളൊരു ഇഷ്യൂ. എവിടെ ജനങ്ങൾ തമ്മിൽ തല്ലാൻ തുടങ്ങി, കലാപം. തമിഴ്നാടിൻ്റെ മുല്ലപ്പെരിയാർ ഇഷ്യൂ വന്നു മലയാളികൾ തമിഴ്നാട്ടിൽ അവരെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. ഇതാണ് സെൻസിറ്റീവ് എന്ന് പറയുന്നത്. ഇത് ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളിലും ഉണ്ട്. ഇപ്പോൾ ജാട്ടിൻ്റെ പ്രശ്നം ഹരിയാനയിലും ഉത്തർപ്രദേശിലും നടക്കുകയാണ്. അത് സോർട്ട് ഔട്ട് ചെയ്യാൻ സാധിച്ചോ? ഇല്ല. അതിൻ്റെ പേരിലാണ് BJPക്ക് അടി കിട്ടിയത്. ഇപ്പം ഇങ്ങനെ ഓരോരോ ഇഷ്യൂകളുണ്ട്. ഇപ്പം നിങ്ങൾ കണ്ടോണം, ഇന്ത്യയിൽ കാസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇഷ്യൂ നടക്കുകയാണ്. ഏറ്റവും കൂടുതൽ എഫക്റ്റഡ് ആകാൻ പോകുന്ന BJPക്ക്. അവർ പറഞ്ഞ കാസ്റ്റ് സെൻസസ് വേണം. ഇവിടെയൊക്കെയാണ് ഞാൻ പറയുന്നത്, ഇതൊക്കെ നമ്മളിങ്ങനെ നമ്മൾ ഒരു രാജ്യം മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് പല രീതിയിലുള്ള സപ്പോർട്ടിംഗ് സിസ്റ്റം ഉണ്ട്. അത് അന്തർദേശീയ തലത്തിലുണ്ട്, മറ്റുള്ള തലത്തിലുണ്ട്. ആരെങ്കിലും പ്രതീക്ഷിച്ചു ഒരു 3 മാസം മുമ്പ് ഈ ബംഗ്ലാദേശിൽ ഇങ്ങനൊരു ഇഷ്യൂ ഉണ്ടായിട്ട് ഡയറക്റ്റ് ഹിറ്റ് ഇന്ത്യയുടെ തലയ്ക്ക് കിട്ടുമെന്ന് ഉദ്ദേശിച്ചു? അത് ഇന്ത്യയുടെ തലയ്ക്കാണ് അടിച്ചിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ഇഷ്യൂ ഉണ്ടാകാൻ പോകുന്നത് ഇന്ത്യയിലുമാണ്. എന്താണ് സംഭവം? അവിടെയുള്ള ഹിന്ദുക്കളെ മുഴുവനും, അവിടെയുള്ള മുസ്ലിം മെജോറിറ്റി ഗവൺമെൻറ്, അതായത് അവർ അറ്റാക്ക് ചെയ്യുന്നു, തല്ലുന്നു, അവർ ജീവനും കൊണ്ട് ഓടാൻ ശ്രമിക്കുന്നു. ഹിന്ദുക്കൾ എവിടെ പോകും? അവർക്ക് വരാനുള്ളത് ഇന്ത്യ മാത്രമേ ഉള്ളൂ. ഇത് ഞാനീ പറയുമ്പോൾ ആദ്യം തലയ്ക്കകത്ത് മനസ്സിലാക്കുക. അപ്പം ഇങ്ങനെയുള്ളൊരു രാജ്യം ഈ പെട്ടെന്ന് ചില ഇൻ്റർനാഷണൽ റിലേഷൻഷിപ്പിൽ അതിശക്തന്മാരായ രാജ്യങ്ങൾക്കെതിരെ നിലപാടെടുക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. എത്ര പെട്ടെന്നാണ് ബംഗ്ലാദേശിൻ്റെ സിറ്റുവേഷൻ മാറിയിട്ട് പെട്ടെന്ന് ഇന്ത്യയുടെ തലയ്ക്ക് അടി കിട്ടിയത്. ഇന്ത്യൻ പ്രധാനമന്ത്രി കരയേണ്ട സ്ഥിതി വന്നു അമേരിക്കൻ പ്രസിഡന്റിനോട്. അവരെ എങ്ങനെയെങ്കിലും രക്ഷിക്കുക. ഇന്ത്യയായിട്ട് നല്ല റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്ന രാജ്യമാണ്. ഇതാണ് അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യം. അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞ ഹെൻറി കിസഞ്ചറിൻ്റെയും റോബർട്ട് ഗേറ്റ്സിൻ്റെ പുസ്തകം എടുത്ത് വായിച്ചു. അമേരിക്കൻ ഡിപ്ലോമസി എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യുന്നത്. ഇവിടെ റഷ്യ യുദ്ധത്തിൽ നമ്മൾ ഉക്രൈനെ തള്ളിക്കളഞ്ഞ് റഷ്യയുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ പ്രശ്നമായി. കാരണം ലോകത്തുള്ള പ്രധാന ശക്തികൾ മുഴുവൻ അമേരിക്കയുടെ കൂടാണ്. അതാണ് അമേരിക്ക ലോക പോലീസ് എന്ന് പറയുന്നത്. അവന് ഇഷ്ടമുള്ളവൻ നടത്തും. പല രീതിയിലുള്ള ടോക്സ് നടത്താൻ നോക്കിയപ്പോൾ ഇന്ത്യ റഷ്യയുടെ കൂടെ നിന്നു.
മനസ്സിലാക്കേണ്ട സംഭവമുണ്ട്. ഈ റഷ്യയുടെ കൂടെ നിൽക്കുമ്പം നമ്മുടെ സൗഹൃദ രാജ്യമാണ് ഉറപ്പ്. പക്ഷെ ഒരു ഗ്ലോബൽ ഓർഡറുണ്ട്. അത് അമേരിക്ക കൊണ്ടുവന്നേക്കുന്നൊരു ഗ്ലോബൽ ഓർഡറാണ്. അപ്പം അതിനെതിരെ തുഴയുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. കാരണം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന രാജ്യം അമേരിക്കയാണ്. ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തൊഴിലവസരം കൊടുത്തിരിക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റും ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് അമേരിക്കൻ കമ്പനികളാണ്. അല്ലെങ്കിൽ ഇവിടെയുള്ള കമ്പനിയാണെങ്കിൽ പല കമ്പനികളും അമേരിക്കയായിട്ട് കണക്റ്റഡാണ്. ഇപ്പം ടെക് ആണെങ്കിലും എന്താണെങ്കിലും ഈ രീതിയിലാണ് ഈ കാര്യങ്ങളൊക്കെ പോകുന്നത്. അപ്പം അവർക്കപ്പോൾ ഇന്ത്യയെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പം അടുത്ത ചോദ്യം, അമേരിക്കയ്ക്ക് ഇന്ത്യയിൽ സ്വാധീനം ചെലുത്താൻ സാധിക്കുമോ? ഞാൻ 100% പറയാം, സ്വാധീനം ചെലുത്താൻ സാധിക്കും. അതാണ് അതിൻ്റെ സത്യാവസ്ഥ എന്ന് പറയുന്നത്. പല രീതിയിലും സ്വാധീനം ചെലുത്താൻ സാധിക്കും. BJPക്കകത്ത് സ്വാധീനം വലിയ രീതിയിൽ ചെയ്യാൻ സാധിക്കും. RSSൽ ചെയ്യാൻ സാധിക്കും. കാരണം ഞാൻ ചില അമേരിക്കയിലുള്ള ഹിന്ദു സംഘടനാ നേതാക്കളുമായിട്ട് ടെലിഫോണിൽ നേരിട്ടും കണ്ട് സംസാരിച്ചപ്പോഴാണ് ഇതിൻ്റെ യഥാർത്ഥ പിക്ചർ കിട്ടിയത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, കഴിഞ്ഞ പാർലമെൻറ്റ് അമേരിക്കയിലെ ഇലക്ഷനിൽ ട്രംപിന് വേണ്ടി നരേന്ദ്രമോദി ഹൂസ്റ്റണിൽ പോകുന്നു. ഹൗഡി മോഡി എന്നും പറഞ്ഞിട്ട് പരിപാടി നിങ്ങൾ കണ്ടു കാണും. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഈ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി അമേരിക്കയിൽ പോയി റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ കാൻഡിഡേറ്റായ ട്രംപിന് വേണ്ടി പരസ്യ പ്രചരണം നടത്തുക. അതാണ് മോദി കാണിച്ച ഏറ്റവും വലിയ മണ്ടത്തരം. എന്തിനാണ് അദ്ദേഹം അമേരിക്കയിൽ പോയിട്ട് ട്രംപിന് വേണ്ടി വോട്ട് പിടിക്കാൻ പോയത്? എന്നിട്ട് ട്രംപ് ജയിച്ചോ ഇല്ലേ? അടുത്ത ചോദ്യം. ഉറപ്പായിട്ട് ഇന്ത്യൻ കമ്മ്യൂണിറ്റിയുടെ വോട്ടിന് പ്രാധാന്യമുണ്ട്. പക്ഷെ അത് വിസിബിളായിട്ട് അവിടെ പോയിട്ട് ട്രംപിനും റിപ്പബ്ലിക്കൻ പാർട്ടിക്കും വോട്ട് പിടിക്കാൻ പോകുമ്പോൾ ഇപ്പുറത്തെ ഡെമോക്രാറ്റ്സ് ഉണ്ട്. അപ്പം അമേരിക്കയുടെ ചരിത്രത്തിൽ അറിയപ്പെടുന്നത് ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാർ വോട്ട് ചെയ്യുന്ന ഡെമോക്രാറ്റ്സിന് വേണ്ടിയാണ്. ഇപ്പോൾ ഡെമോക്രാറ്റ്സ് അധികാരത്തിൽ കയറി കഴിഞ്ഞപ്പോഴാണ് ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാർ ക്യാപിറ്റൽ ഹിൽസിൽ ജോലിക്കാരായി വരുന്നത്. പല രീതിയിലുള്ള നിങ്ങൾ കണ്ടു കാണും TV യിലൊക്കെ വരുന്ന അമേരിക്കൻ വിദേശകാര്യ മന്ത്രാലയമാണെങ്കിലും സ്ട്രാറ്റജിക് അഫയേഴ്സിലും ഒത്തിരി ഇന്ത്യക്കാരുണ്ട്. ഇവരെ മുഴുവനും മാറ്റി നിർത്തിയിട്ട് ട്രംപിന് വേണ്ടി അവിടെ വോട്ട് പിടിക്കാൻ പോകരുത്. ഇനി നോക്ക്, 2024 ഇലക്ഷൻ വരുന്നു. നിങ്ങൾ ആരെങ്കിലും കേട്ടോ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയുടെ വോട്ടിന് വേണ്ടി മോദിയുടെയും BJPയുടെയും സപ്പോർട്ടിന് വേണ്ടി റിപ്പബ്ലിക്കൻ പാർട്ടിയോ ഡെമോക്രാറ്റ്സോ ഇന്ത്യയിൽ വന്നോ? ഇല്ല. പക്ഷെ കഴിഞ്ഞ അമേരിക്കൻ ഇലക്ഷനിൽ അവിടെ ഷിക്കാഗോയിലുള്ള ഇന്ത്യൻ ഗ്രൂപ്പ്, റിപ്പബ്ലിക്കനിലുള്ള ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഡൽഹിയിൽ വലിയൊരു പത്രസമ്മേളനം നടത്തി ട്രംപിന് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട്. അവരൊക്കെ നിശബ്ദമായി പോയി. എന്ത് ഇത്ര നിശബ്ദമായത്? ട്രംപ് ആവശ്യപ്പെട്ടോ ഇന്ത്യ ഗവൺമെൻറ് മോദിയോടും BJPയോടും ഇന്ത്യക്കാരുടെ വോട്ട് വേണമെന്ന് ആവശ്യപ്പെട്ടു? നേരത്തെ ആവശ്യപ്പെട്ടു. ഇതാണ് ഈ അബദ്ധം എന്ന് പറയുന്നത്. എന്ത് ഡിപ്ലോമസിയാണെന്ന് എനിക്കറിയത്തില്ല. അവസാനം ബൈഡൻ വരുന്നു. ഇനി ഇൻ കേസ് ട്രംപ് തോറ്റുപോയി കമല ഹാരിസ് വന്നു കഴിഞ്ഞാൽ മോദിയെ ഇന്ത്യ ഗവൺമെൻറ് ശരിക്കും ഒരു പാഠം പഠിപ്പിക്കും. ലിറ്ററലി എനിക്ക് വളരെ കൃത്യമായിട്ട് ചില അവിടെ സീനിയർ ഉദ്യോഗസ്ഥന്മാരിൽ നിന്നും അറിയാൻ സാധിച്ചേ. മനസ്സിലാക്കുക, അമേരിക്കയിലുള്ള അമേരിക്കക്കാരുടെ ഇന്ത്യൻ ഡിപ്ലോമസിയൊക്കെ തീരുമാനിക്കുന്നത് ഇന്ത്യൻ ഒറിജിനായിട്ടുള്ള അമേരിക്കക്കാരാ. ഇപ്പം നേരത്തെ ഇവർക്ക് മോദിയോട് ഭയങ്കര താല്പര്യമായിരുന്നു, ഇന്ത്യയോടും. അവർ പല രീതിയിൽ ഇന്ത്യയെ സഹായിക്കുവാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അതൊക്കെ ഇപ്പോഴങ്ങ് നിന്നുപോയി. ഞാൻ പറയുന്നത്, ഞാൻ ഇന്ത്യക്കാരന്. എനിക്ക് നേരത്തെ ഏകദേശം 10-20 വർഷം മുമ്പ് അമേരിക്കയിലോ കാനഡയിലോ പോയി സെറ്റിലാകാമായിരുന്നു. എനിക്കതിന് ഫുള്ളായിട്ട് ആളുകളും പരിചയക്കാരും എന്നോട് ഉറപ്പ് തന്ന് എന്നെ എനിക്ക് കിട്ടിയതാണ് ഈ സംഭവം. എന്നിട്ട് പോലും ഐ ഡിസൈഡഡ് ടു സ്റ്റേ ബാക്ക് ഇൻ ഇന്ത്യ. വൈ? എനിക്കൊരു ഇന്ത്യക്കാരനായിട്ട് ജീവിക്കാനും ഇവിടെ തന്നെ ജീവിച്ച് ഇവിടെ തന്നെ മരിക്കുവാനാണ് എനിക്കിഷ്ടം. കാരണം ഞാൻ ഇന്ത്യക്കാരനാണ്. ഞാനിപ്പോൾ അമേരിക്കയിലോ കാനഡയിലോ ഓസ്ട്രേലിയയിലോ ഇംഗ്ലണ്ടിൽ ഇപ്പോൾ ഞാനെന്ത് ചെയ്യാനാ? എനിക്കിവിടെ കിട്ടുന്ന റെസ്പെക്റ്റും വാല്യൂസും എനിക്ക് അമേരിക്കയിൽ ഈ പറയുന്ന രാജ്യങ്ങളിൽ കിട്ടത്തില്ല. അതാണ് അതിൻ്റെ കാരണം. ഞാൻ ഈ പറയുന്ന എൻ്റെ തൊഴിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പറ്റിയ ടെറൈൻ എന്ന് പറയുന്നത് ഇന്ത്യയാണ്, എൻ്റെ രാജ്യമാണ്. ഞാനിപ്പോൾ അമേരിക്കയിൽ പോവുകയാണെങ്കിലും അവിടെയുള്ള ആൾക്കാരെ കാണുവാണെങ്കിലും എൻ്റെ ഉള്ളിൽ എൻ്റെ രാജ്യം ഇതേപോലെ ആകുവാൻ സാധിക്കും. അപ്പം അങ്ങനൊരു പോക്ക് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഇടയ്ക്ക് ഇതേപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞിട്ട് ഇതേപോലെയുള്ള ലോകത്തിലെ പ്രബലമായ ശക്തികളെ നമുക്ക് തോൽപ്പിക്കാൻ കഴിയില്ല. അതാണ് ബംഗ്ലാദേശിൽ കണ്ടത്.
ഒന്നാമത് നമ്മുടെ കടുത്ത ശത്രു തന്നെയാണ് പാകിസ്ഥാൻ. ആലോചിച്ച് നോക്കുക, എവിടെയൊക്കെയാണ് പ്രശ്നം നോക്കുക. ഇനി ഇന്ത്യക്കകത്തും പ്രശ്നം ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ്. ഈ പറയുന്ന ശക്തികൾക്ക് വളരെ സിമ്പിളാണ്. കാരണം ഇതാണ് അമേരിക്കൻ ഡിപ്ലോമസിയെ പറ്റി പഠിക്കേണ്ടത്. ഇപ്പം ഇന്ത്യയിലുള്ള എല്ലാ പൊളിറ്റിക്കൽ പാർട്ടിക്കും ഈ അമേരിക്കയുമായിട്ട് നല്ല ബന്ധമാണ്. അവരുടെ ചാരസംഘം ഇവരുടെ എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്ന ആർക്കും ചിന്തിക്കാൻ പോലും സാധിക്കത്തില്ല. ഈ BJP ഒക്കെ 3, 4 സംഭവമായിട്ട് അവരങ്ങ് സ്പ്ലിറ്റ് ചെയ്ത് കളയും. ഈ കാസ്റ്റ് ഇഷ്യൂ കൊണ്ടുവന്ന് വലിയ ഇഷ്യൂ ആക്കി മാറ്റും. ഈ ബോർഡർ പാകിസ്ഥാനുമായിട്ടും ബംഗ്ലാദേശുമായിട്ടും ബോർഡർ എസ്കലേഷൻ ഭയങ്കര പ്രശ്നമാകും. ആലോചിച്ച് നോക്ക്, മോദിക്ക് പിടിച്ചു നിർത്താൻ പറ്റുമോ? അതേപോലെ തന്നെ സൗത്തിലും പ്രശ്നം ഉണ്ടാകും. ഇവിടെയാണ് മനസ്സിലാക്കേണ്ടത്. നമ്മളിവിടെ എല്ലാവരുമായിട്ട് യോജിച്ച് പോകുമ്പോൾ ഞാൻ എല്ലാത്തിനും കുറുകെ നീന്തും, ഞാൻ സഞ്ചരിക്കും എന്ന് പറയുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകേണ്ടത്. ആ ഒരു സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് തൽക്കാലം എല്ലാവരുമായിട്ട് യോജിച്ച് പോവുക. കാരണം ഇന്ത്യ അത്രമാത്രം സെൻസിറ്റീവാണ്. ഇവിടുത്തെ പൊളിറ്റിക്കൽ പാർട്ടി ആണെങ്കിലും ഇവിടുത്തെ കാസ്റ്റ് ആണെങ്കിലും ഇവിടുത്തെ മതമാണെങ്കിലും എല്ലാം പ്രശ്നമാണ്. ഇന്ന് വളരെ സ്നേഹത്തോട് നിൽക്കുന്ന അറേബ്യൻ രാജ്യങ്ങൾ നാളെ പൂർണ്ണമായിട്ട് നമ്മളെ വിട്ടുമാറും. ഇപ്പം ഇങ്ങനെയുള്ള പ്രഷർ ഗ്രൂപ്പുകൾ സംഭവങ്ങൾ അമേരിക്കൻ ഡിപ്ലോമസിയുടെയും വേൾഡ് ഡിപ്ലോമസിയുടെയും ഭാഗങ്ങളാണ്. കാരണം എല്ലാവരും പൊതുശത്രുവായി കരുതുന്ന പുട്ടിനുമായിട്ടൊരു വ്യാപാരത്തിലോട്ട് പോകുമ്പോൾ അവരെ എക്കണോമിക്കലി താങ്ങി നിർത്തി കഴിയുമ്പോൾ ഇന്ത്യക്കാരായ അമേരിക്കൻസിന് അവിടെ പ്രശ്നമാണ്. ഇതൊക്കെ ഫാക്ടറാണ്. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല. കാരണം അവിടെ ചെന്ന് മനസ്സിലാക്കി അവരുമായിട്ട് സംസാരിക്കുമ്പോൾ മാത്രമേ എന്താണ് ഇന്ത്യയിൽ ഉണ്ടാകാൻ പോകുന്നത്, ആ മാറ്റങ്ങളെപ്പറ്റി ലോകം സസൂക്ഷ്മം ശ്രദ്ധിക്കുകയാണ്. ആ മാറ്റത്തിനകത്ത് ഇതേപോലെയുള്ള സംഭവങ്ങൾ ഓരോന്നായിട്ട് കയറി വരുമ്പോൾ ഉറപ്പായിട്ടും ഇന്ത്യയുടെ ശിഥിലീകരണം എന്ന് പറയുന്ന തുടക്കം കുറിക്കും. കാരണം ഇന്ത്യ ഒരുമിച്ച് കൊണ്ടുപോകുക എന്നുള്ളത് വലിയൊരു ടാസ്ക്കാണ്. അത് മോദി സക്സസ്ഫുള്ളി ചെയ്തു. അതിനിടയ്ക്ക് ഇങ്ങനെ ഒരു ഇഷ്യൂ കയറി വന്ന് ഇതേപോലെയുള്ള രാജ്യങ്ങളുമായിട്ട് എതിർപ്പുണ്ടാകുമ്പോൾ, പ്രശ്നമുണ്ടാകുമ്പോൾ അടി കിട്ടുന്നത് ഇന്ത്യക്ക് മാത്രമാണ്. അത് ആലോചിച്ച് നോക്കി. ഇപ്പം ഇന്ത്യ പാകിസ്ഥാൻ വാർ നടക്കുക വിചാരിച്ചോളൂ, ഉറപ്പായിട്ടും ഇന്ത്യക്കാണ് എല്ലായിടത്തും മേൽക്കോയ്മ. പക്ഷെ വാറിൻ്റെ അൾട്ടിമേറ്റ് ക്ഷീണം ഉണ്ടാകുന്നത്, അല്ല തകർച്ച ഉണ്ടാകുന്നത്, അതിൽ നിന്നും അടി കിട്ടുന്നത് ഇന്ത്യക്കായിരിക്കും. കാരണം പാകിസ്ഥാൻ എന്ത് നഷ്ടപ്പെടാനാ, എന്ത് നഷ്ടപ്പെടും? നമ്മൾ ദാരിദ്ര്യത്തിൽ നിന്നും വീണ്ടും ദാരിദ്ര്യം. പക്ഷെ ഇന്ത്യ മുന്നോട്ട് പോകുന്ന രാജ്യമാണ്. അതിനെ കയറി അവിടെ ഇവിടെ ഡൽഹിയിലും അവിടെ കയറി ബോംബിട്ട് കഴിഞ്ഞ സ്ഥിതി എന്തോന്ന് ആലോചിച്ച് നോക്ക്. എവിടുന്ന് എങ്ങോട്ട് പോയി സംഭവം? 71 വാറിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ലാഹോർ ബോർഡറിൽ നിന്ന് അംബാല കൻ്റോൺമെൻറ്റിനകത്ത് ഒരു പുരാതനമായ പ്രൊട്ടസ്റ്റൻ്റ് ചർച്ചിൻ്റെ മേളിൽ കൊണ്ട് F-16 ബോംബ് ചെയ്തതാണ്. അവിടെ വരെ എത്തി. നിങ്ങൾ ഈ റൂൾ ഔട്ട് ചെയ്യുകയൊന്നും ചെയ്യരുത്. ഈ നമ്മൾ ഇസ്രായേൽ പോലെ ഈ ഭയങ്കര ടെക്നോളജി വാർഫെയർ ഒന്നുമല്ല ഇന്ത്യ ഇപ്പോൾ ഉപയോഗിക്കുന്നത്. അതിലോട്ട് നമ്മളാകും. പക്ഷേ ആലോചിക്കേണ്ടത്, നമ്മൾ 10 അടിക്കുമ്പോൾ അവൻ 5 അടിക്കും. അത് ആലോചിച്ച് നോക്കുക. അതിനകത്ത് ഏറ്റവും സിവിയറായിട്ട് അറ്റാക്ക് വരുന്നത്, പ്രശ്നം ഉണ്ടാകുന്നത് ഇന്ത്യയിലായിരിക്കും. പാകിസ്ഥാൻ എന്ത് ലൂസാകാനാണ്? ഇപ്പം ഇതിനൊക്കെ പോസിബിൾ ചാൻസ് ഉണ്ട്. കാശ്മീർ ഇലക്ഷൻ വരികയാണ്. അപ്പം ഞാൻ പറയുന്നത് നമ്മുടെ ഡിപ്ലോമസി കുറച്ചും കൂടെ മെച്വേർഡ് രീതിയിലാണ് പോകേണ്ടത്. അതല്ല ടിറ്റ് ഫോർ ടാറ്റ് എന്ന രീതിയിലല്ല പോകേണ്ടത്. അങ്ങനെ വരുവാണെങ്കിൽ ഓരോ ഇന്ത്യക്കാരനെയും ഇത് ബാധിക്കും. അതാണ് ഇതിൻ്റെ അകത്ത് അൾട്ടിമേറ്റായിട്ട് പറയുവാനുള്ളത്.